എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായ ആദിത്യൻ അഥവാ സൂര്യഗ്രഹം കുംഭൻ രാശിയിൽ നിന്ന് ഒടുവിലത്തെ രാശിയായ മീനൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ്. മാർച്ച് 14 വൈകിട്ട് 6:58 ആണ് മീനൻ രാശിയിലേക്ക് ആദിത്യൻ സംക്രമണം നടത്തുന്നത്. മീനൻ രാശിയിലേക്കുള്ള ആദിത്യൻ്റെ ഈ സംക്രമണത്തോടൊപ്പം തന്നെ മീനൻ രാശിയിൽ ഉച്ച ക്ഷേത്രസ്ഥിതനായിട്ട് ശുക്രനും നീചസ്ഥിതനായിട്ട് ബുധനും രാഹുവുമെല്ലാം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 ഗ്രഹങ്ങളുടെ ഇടയിലേക്കാണ് ആദിത്യൻ്റെ ഈ രാശിമാറ്റം സംഭവിക്കുന്നത്. ഈ രാശിമാറ്റം പല യോഗങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ബുധാദിത്യ യോഗം അഥവാ നിപുണ യോഗം, ബുധ-ശുക്രയോഗം തുടങ്ങിയ യോഗങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ ആദിത്യൻ്റെ അഥവാ സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള ഈ ഗ്രഹചാരം മൂലം 5 രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ട്. കാരണം സൂര്യൻ അഥവാ ആദിത്യൻ എന്ന് പറയുന്നത് പിതൃകാരകനാണ്, ആത്മകാരകനാണ്. അതുകൂടാതെ സർക്കാരിൽ നിന്നുള്ള സേവന കാര്യങ്ങളുടെയും എല്ലാം കാരകത്വം ആദിത്യനുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഗ്രഹം തന്നെയാണ് ആദിത്യൻ. ആദിത്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള ഈ ഗ്രഹചാരം മൂലം 5 രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഏതൊക്കെയാണ് 5 രാശിക്കാർ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകൈര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭീഷ്ട സ്ഥാനം അഥവാ ലാഭസ്ഥാനമായ 11ലേക്കാണ് ആദിത്യൻ ഗ്രഹചാരം നടത്തി വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി, കർമ്മകണ്ടകശനിയും പലതരത്തിലുള്ള തടസ്സങ്ങളുമൊക്കെ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബന്ധുജന വിരോധങ്ങൾ, സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പല പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇവരെ സംബന്ധിച്ച് 1 മാസത്തേക്കാണ് ആദിത്യൻ്റെ ഈ ഗ്രഹചാരം എന്നുണ്ടെങ്കിലും ഈ 1 മാസം പലവിധ നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരും. അപ്പോൾ സർവാഭീഷ്ട സ്ഥാനം അഥവാ ലാഭസ്ഥാനത്തായതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ തൊഴിൽപരമായിട്ട് കണ്ടകശനിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന ഒരു അവസ്ഥ ഈ രാശിമാറ്റം, ആദിത്യൻ്റെ രാശിമാറ്റം ഉണ്ടാക്കുന്നതാണ്. കൂടാതെ സാമ്പത്തികമായിട്ടുള്ള പല വഴിക്കുമുള്ള ലാഭങ്ങൾ, ധനലാഭങ്ങൾ വന്ന് പെടുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ട് പലതരത്തിലുള്ള വിഷയങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾ വന്നു ചേരും. ഏത് കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ടായാലും അവർക്കൊക്കെ നേട്ടങ്ങളുണ്ടാവും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാവും. വിദേശ ജോലി ആഗ്രഹിച്ച് വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പലവിധ തടസ്സങ്ങളും നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ഒരു മാറ്റമുണ്ടായി വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതി വന്നു ചേരുന്നതാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുവെ ഈ 1 മാസം അനുകൂല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതും ആയിരിക്കും. അടുത്ത രാശി എന്ന് പറയുന്നത് മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത്
മകൈര്യം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈശ്വരാധീനക്കുറവ് മൂലം പലവിധ തടസ്സങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മസ്ഥാനമായ 10ലേക്കാണ് ആദിത്യൻ ഗ്രഹചാരം നടത്തി മീനത്തിലെത്തുന്നത്. 10 എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ്. കർമ്മസ്ഥാനത്ത് ജാതകവശാലായാലും ഗോചരാലായാലും ആദിത്യൻ്റെ സാന്നിധ്യം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കർമ്മരംഗത്ത്, ഇപ്പോൾ തൊഴിൽ രംഗത്ത് പലവിധ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് ആ തടസ്സങ്ങളൊക്കെ നീങ്ങി തൊഴിൽപരമായിട്ടുള്ള നല്ല നേട്ടത്തിലേക്ക് കടക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് തൊഴിൽ പ്രവേശിക്കാൻ എല്ലാം പേപ്പറൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ പൂർത്തീകരിച്ച് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങൾ നേരിട്ടിരുന്നവർക്ക് ആ തടസ്സങ്ങൾ നീങ്ങി പുതിയ തൊഴിലിലൊക്കെ പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരും. പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇവരെ തേടി വരും. പാണ്ഡിത്യം, പ്രശസ്തി, അംഗീകാരമെല്ലാം ഈ സമയത്ത് വന്ന് ചേരുന്നതുമായിരിക്കും. അതേകൂട്ട് വിദേശയാത്ര തടസ്സപ്പെട്ടിരുന്നവർക്ക് വിദേശ ഭാഗ്യം, വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം, അതിപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പഠനപരമായിട്ട് വിദേശയാത്ര നടത്താനുമൊക്കെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ വന്നു ചേരുന്നതാണ്. പിന്നെ ആത്മകാരകൻ കൂടിയായിട്ടുള്ള ആദിത്യൻ 10ൽ വരുമ്പോൾ വളരെയധികം ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും അതുവഴി പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാഹചര്യം ഒരുങ്ങുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകാരന്മാർക്കും ഈ ഒരു മാസം പലവിധ നേട്ടങ്ങളും വന്ന് ചേരുന്നതും ആയിരിക്കും. ആദിത്യൻ മീനത്തിലേക്ക് വരുന്നത് വഴി ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി കർക്കിടകൻ രാശിയാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനമായ 9ലേക്കാണ് ആദിത്യൻ ഗ്രഹചാരം നടത്തുന്നത്. ഭാഗ്യസ്ഥാനത്തേക്കുള്ള ആദിത്യൻ്റെ ഗ്രഹചാരം പലവിധ പ്രതിസന്ധികൾ തൊഴിൽപരമായിട്ട്, ദാമ്പത്യപരമായിട്ട് ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന, ആരോഗ്യപരമായിട്ടുമൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ഈ ഒരു മാസക്കാലം അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്നതായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സാമ്പത്തിക നേട്ടങ്ങൾ, എവിടെന്നെങ്കിലും കിട്ടാതിരുന്ന, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും വന്നു ചേരേണ്ടിയിരുന്ന പണം തടസ്സപ്പെട്ട് കിടന്നതെല്ലാം നമ്മുടെ കൈവശം വന്നു ചേരുന്നതാണ്. പിതൃഗുണം ധാരാളമായിട്ട്, അല്ലെങ്കിൽ പിതൃസ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാഹചര്യമെല്ലാം വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങളുണ്ടാവും. ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും പ്രതിസന്ധികളിൽ അകപ്പെട്ടിരുന്നവർ, അവർക്കും ദാമ്പത്യ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. ആരോഗ്യപരമായിട്ടും ആരോഗ്യസ്ഥിതിയെല്ലാം മെച്ചപ്പെട്ടു വരുന്ന ഒരു സമയവുമാണ് ഈ ഒരു മാസക്കാലം. രാഷ്ട്രീയ രംഗത്ത്, കലാരംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ ഒരു മാസം പലവിധ നേട്ടങ്ങളും വന്ന് ചേരുന്നതും ആയിരിക്കും. അടുത്ത രാശി എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിയാണ്. വൃശ്ചികൻ രാശിയിൽ വരുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 5ലേക്കാണ് ആദിത്യൻ ഗ്രഹചാരം നടത്തുന്നത്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ സ്ഥാനമാണ്, സന്താന സ്ഥാനമാണ്. 5ലേക്കുള്ള ആദിത്യൻ്റെ ഗ്രഹചാരം തീർച്ചയായിട്ടും മനസ്സുഖവും സന്താന ഗുണവും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ ഈ രാശിക്കാർക്ക് സമ്മാനിക്കുന്നതായിരിക്കും. അവർ വിചാരിച്ച് നടക്കാതെ പോയ പല കാര്യങ്ങളും, കുറച്ചു കാലമായിട്ട് തടസ്സപ്പെട്ട് കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുകയും ആത്മവിശ്വാസത്തോടെയുള്ള പ്രവൃത്തികളിലൊക്കെ വിജയം കൈവരിക്കാനും ഈ രാശിക്കാർക്ക് കഴിയുന്നതായിരിക്കും.
വിവാഹ തടസ്സം നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. കൂടാതെ സന്താന സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിൽ ദുരിതങ്ങളോ വിഷമങ്ങളോ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു മോചനം കിട്ടാനായിട്ട് ഈ ഒരു മാസം സഹായകം ആകുന്നതും ആയിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ് രംഗം തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന ബിസിനസ് രംഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യങ്ങളും ഒക്കെ ഈ രാശിക്കാരെ സംബന്ധിച്ച് വന്നു ചേരുന്നതാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുവിലൊരു അംഗീകാരവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരുന്നതും ആയിരിക്കും. ആദിത്യൻ്റെ രാശിമാറ്റം മൂലം പ്രയോജനം ലഭിക്കുന്ന 5ാമത്തെ രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് 4ലേക്കാണ് ആദിത്യൻ്റെ ഗ്രഹചാരം നടക്കുന്നത്. 4 എന്ന് പറയുന്നത് സുഖ മാതൃഭാവമാണ്. അപ്പോൾ 4ലേക്കുള്ള ആദിത്യൻ്റെ ഗ്രഹചാരം പല വിധത്തിലുള്ള മനക്ലേശങ്ങളും മാതൃക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതാണ്. അവർ ആഗ്രഹിക്കുകയും പലപ്പോഴായിട്ട് അത് തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന ഗൃഹവാഹനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു അനുകൂല സ്ഥിതി വന്നു ചേരുന്നതാണ്. ഗൃഹം വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അധികാരികളുടെ പ്രീതി കിട്ടുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള കേസോ വഴക്കുകളോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്നൊക്കെ അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടാവുന്നതാണ്. പല വഴിക്കും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കരുതൽ മൂലധനത്തിൽ വർധനവുണ്ടാകും. അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായം കൊണ്ട് തളർന്നു കിടന്നിരുന്ന ബിസിനസ് രംഗം വളരെ പുഷ്ടിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുവെ അനുകൂല സമയമായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദിത്യൻ്റെ ഗ്രഹചാരം മൂലം, മീനൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന 5 രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.